ഹലോ ഡിയേഴ്സ്. അപ്പം നമ്മളിത്ര സ്നോ ഒക്കെ പെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ പോകുന്നത് ഇനിയിപ്പോൾ നമ്മൾ പോവുകയാണെ ഒരു ബോൾ ദാഗ്, അതായത് എന്താന്ന് നോക്കാം. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ കുട്ടികൾ ഇവിടെ ഒരു സാധനം കണ്ടിരിക്കും. ഇവിടെ നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ ക്രിസ്മസ് ട്രീ വെക്കുന്നു. ഞങ്ങൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ. അപ്പം സാരംഗ ഇപ്പം സോസേജ് കിട്ടുമോ കിട്ടില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നടന്ന പോലെ ബോൾ ദാഗിന് ഞങ്ങൾ പോവാട്ടോ. ഭയങ്കര സ്നോ ആട്ടോ. ഇതെന്താ എൻ്റെ മുടിയൊക്കെ കണ്ടോ, ഫുൾ സ്നോ ആയിട്ട് നല്ല കിടിലനായിട്ടുണ്ട്. അപ്പോൾ കിൻഡർ ഗാർഡനിലാണ് ബോൾ ദാഗ് നടത്തുന്നത്. അപ്പോൾ ഈ ബോൾ ദാഗ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അർത്ഥം ബോൺ ഫയർ ഡേ എന്നാണ്. അതായത് ഇങ്ങനെ ബോൺ ഫയറൊക്കെ ഉണ്ടാക്കി അതിൽ സോസേജൊക്കെ ഗ്രില്ല് ചെയ്ത് ലുംപ്പറും കൂട്ടിയിട്ട് കഴിക്കാം. കെഷപ്പോ മസ്റ്റാർഡ് സോസോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. അപ്പം സാരംഗും സ്വരയ്ക്കും ഇത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണ്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച്. എന്താ കഴിക്കുന്നതെന്ന് കാക്കട്ടെ. ഇവിടെ സ്നോ ആണെങ്കിലും മഴയാണെങ്കിലും എന്തെങ്കിലും കാര്യം ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ക്യാൻസൽ ചെയ്യാനും നടത്താൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ഇവർ കണ്ടോ, ഇതേ ഒരു സ്റ്റിക്കിലൊക്കെ അവർ വന്നിട്ട് ഇതേ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ, സോസേജസൊക്കെ. ഒരു നല്ലൊരു സോഷ്യൽ ആക്ടിവിറ്റി ആട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഇതേ സജ്ജേട്ടനും ഇതേ ഒരു ലുംപ്പർ ഉണ്ടാക്കുന്നത് പൊട്ടറ്റോ വെച്ചിട്ടാട്ടോ. അപ്പോൾ ലുംപ്പറിനുള്ളിൽ ഇതേ ഗ്രിൽഡ് സോസേജൊക്കെ വെച്ച് അതിൽ പിന്നെ റോൾ ചെയ്തിട്ട് കഴിക്കാൻ പോവാണ്. ഞങ്ങളുടെയും ലഞ്ച് ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കിൻഡർ ഗാർഡൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ കേട്ടോ. അപ്പോൾ ഇവിടേക്ക് കിൻഡർ ഗാർഡൻ ലൈക്ക് ബിൽഡ് ചെയ്യുമ്പോൾ തന്നെ ചുറ്റും നല്ല ഗ്രൗണ്ട് വേണമെന്നൊരു നിയമമുണ്ട് കേട്ടോ. ഇത്രയും ആൾക്കാർ ഈ സ്നോയിലും വന്നിട്ടുണ്ട് കേട്ടോ, അതാണ് കോമഡി. അപ്പം ഇത് ഗ്ലൊഗൊക്കെ കുടിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക കേട്ടോ. അങ്ങനെ സ്നോ കഴിഞ്ഞിപ്പോൾ എന്തായി, മഴ തുടങ്ങി. അയ്യോ, മഴ തുടങ്ങിക്കഴിഞ്ഞാലാണ് കോമഡി ആവുക. സ്നോവും മഴയും കൂടി ആകുമ്പോൾ നമ്മളങ്ങ് വഴുക്കി തല തല്ലുന്ന അവസ്ഥയിലോട്ടാവും കേട്ടോ. കുട്ടികളിവിടെ കാണിക്കുന്ന കൂത്ത് കാണിച്ചു തരാം കേട്ടോ. അയ്യോ അയ്യോ, ഇതാണ് ആക്കി ചെയ്യുന്ന സാധനമാണോ? സ്വര ആക്കി ചെയ്യാൻ പോകണോ? സ്വരക്കുട്ടി പേടിയോട് കൂടി ഇതേവിടെ ആക്ക ചെയ്യാൻ പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം എത്രത്തോളം ആക്ക ചെയ്യാൻ പറ്റുന്നു. ഞാൻ പറഞ്ഞില്ലേ, മഴ പെയ്യാൻ തുടങ്ങിയോണ്ട് സ്നോ എല്ലാം പോയി. യെസ് ഞാൻ സ്വര വലിയ കുട്ടിയാണ്ട് പോകുന്നില്ല അല്ലേ കുഞ്ഞി? ടോയിങ് ടോയിങ് എന്തെന്ത്. യെസ് സ്വര, യെസ് കമാൺ. കണ്ടോ, ഇതാണ് ഇവരുടെ കളിക്കുന്ന സ്ഥലം, പ്ലേ ഗ്രൗണ്ട് കിൻഡർ ഗാർഡൻ്റെ. പിന്നെ സ്നോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ആക്യബ്രത്ത് എന്ന് പറഞ്ഞ സാധനം എടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങും അങ്ങോട്ട്. പിന്നെ അതിൽ കണ്ടില്ല മനോഹരം. നോക്കൂ, ഇത്ര കളിട്ടില്ലേ. സ്നോ ബോൾ ഉണ്ടാക്കിയിട്ട് എറിഞ്ഞോ? സരക്ക് കിട്ടട്ടെ, സരക്ക്.
അങ്ങനെ ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഞാനിതാ ഒരു സോസേജിൽ നമ്മുടെ ലുംപർ എന്ന് പറഞ്ഞ സാധനം, ഈ കുട്ടി പിന്നിൽ വന്ന് ഇങ്ങനെ സ്നോ ബോൾ ഇട്ടോണ്ടിരിക്കാം. ഒരു ടേസ്റ്റ് കഴിക്കാൻ, തണുപ്പത്ത് എന്ത് കിട്ടിയാലും കഴിക്കുന്ന അവസ്ഥയിലായിട്ടുണ്ട്. മതിരോ ഇവിടെ സ്നോ ബോൾ കയറി നീ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇങ്ങനെയാണ് ഞങ്ങളൊരു സ്നോ പെയ്യുന്ന ദിവസം ചിലവഴിക്കാറ് കേട്ടോ, എല്ലാവരും കൂടി. ഇപ്പം ഇന്ന് സത്യം പറഞ്ഞാൽ ഈ ആക്കപ്പുറത്ത് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ ഷുമ്പ് എന്ന് പറഞ്ഞാൽ പോകുന്ന സാധനം, അത് ഞങ്ങൾ എടുത്തില്ല. സാധാരണ അതും കൂടെ എടുക്കാറുണ്ട്. അതിനിപ്പോൾ സ്റ്റോറേജിൻ്റെ ഉള്ളിൽ നിന്ന് തപ്പിയെടുക്കണം, അതുകൊണ്ട് എടുത്തില്ല. അല്ലേ സാറേ? അപ്പം എല്ലാവർക്കും ബൈ.